+1 ബയോളജിയിൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗനിസംസ് എന്ന ചാപ്റ്റർ 1 പ്രത്യുൽപാദനം ജീവികളിൽ എന്ന പാർട്ടിൽ നിന്നും ആദ്യത്തെ ഭാഗത്തെ എക്സ്പ്ലനേഷനുള്ള വീഡിയോ ആണ് ഇത്. ഈച്ച് ആൻഡ് എവരി ഓർഗനിസം can live only for a certain period of time. The period from birth to natural death of an organism is called lifespan. ജീവജാലങ്ങളാൽ സമൃദ്ധമാണ് ഭൂമി. ഈ ജീവജാലങ്ങൾക്കെല്ലാം ഒരു നിശ്ചിത സമയം വരെ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഒരു ജീവിയുടെ ജനനം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള കാലയളവ് ആയുർദൈർഘ്യം എന്നറിയപ്പെടുന്നു. ചില ജീവികളുടെ ആയുർദൈർഘ്യം ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് നിരീക്ഷിക്കൂ. ഇവിടെ എലിഫൻറ്റ്, റോസ്, ഡോഗ്, ബട്ടർഫ്ലൈ, ക്രോ, ബനാന പ്ലാന്റ്, കൗ, പാരറ്റ്, ക്രോക്കഡൈൽ, ഹോഴ്സ്, ഫ്രൂട്ട് ഫ്ലൈ, റൈസ് പ്ലാന്റ്, ടോർട്ടോയ്സ്, ബനിയൻ ട്രീ ഇത്രയും ജീവികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവയുടെ ആയുസ് എത്രയാണെന്ന് നിരീക്ഷിച്ച് കണ്ടുപിടിച്ച് എഴുതുക. ചിലതിൻ്റെ എല്ലാം ആയുസ്, അതായത് ആയുർദൈർഘ്യം ലൈഫ് സ്പാൻ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചില ഓർഗനിസങ്ങളെ അവയുടെ ആയുർദൈർഘ്യം എഴുതിയിട്ടില്ല. അത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതുക. അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച ഉത്തരങ്ങളും ഇവിടെ ഞാൻ തരുന്ന ഉത്തരങ്ങളും സാമ്യമുണ്ടോ എന്ന് പരിശോധിക്കുക. എലിഫൻറ്റ് 65 years, rose 4 years, dog 20 to 30 years, butterfly 1 to 2 weeks, crow 15 years, banana plant 10 years, cow 20 to 30 years, parrot 140 years, crocodile 60 years, horse 60 years, fruit fly 10 to 12 days, rice plant 3 to 4 months, tortoise 100 to 150 years, banyan tree 200 years. ചാർട്ട് നോക്കി മനസ്സിലാക്കിയാൽ കുറച്ച് ദിവസങ്ങൾ മുതൽ 1000 വർഷങ്ങൾ വരെ ആയുർദൈർഘ്യമുള്ള ജീവികൾ ഉണ്ടെന്നുള്ളത് തികച്ചും കൗതുകകരം തന്നെയല്ലേ. ഭൂരിഭാഗം ജീവികളുടെയും പരമാവധി ആയുർദൈർഘ്യം ഈ രണ്ട് കാലയളവിനും ഇടയിലാണ്. Isn't it both interesting and intriguing to note that it may be as short as a few days or as long as a few thousand years? Between these two extremes are the lifespans of most other living organisms. ഇനിയൊരു ചെറിയ പ്രാക്ടീസ് സെഷനാണ്. റൈറ്റ് ദി ലൈഫ് സ്പാൻസ് ഓഫ് ദി ഓർഗനിസംസ് ഗിവൺ ഇൻ ദി ചാർട്ട്. ജീവികളുടെ പേരുകൾ ഒരു പേപ്പറിൽ എഴുതി അതിൻ്റെ ലൈഫ് സ്പാൻ അതിന് നേരെ എഴുതുക. ജീവികളുടെ വലിപ്പവും ആയുർദൈർഘ്യവും തമ്മിൽ ബന്ധമില്ല എന്ന വസ്തുത ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. കാക്കയും തത്തയും വലിപ്പത്തിൽ വലിയ വ്യത്യാസമില്ല, എങ്കിലും ആയുർദൈർഘ്യത്തിൽ വലിയ വ്യത്യാസമാണുള്ളത്. അതുപോലെ ആൽമരത്തേക്കാൾ കുറഞ്ഞ ആയുർദൈർഘ്യമാണ് മാവിനുള്ളത്. യു മേ നോട്ട് ദാറ്റ് the lifespans of organisms are not necessarily correlated with their sizes. The sizes of the crows and parrots are not very different, yet their lifespans show a wide difference. Similarly, a mango tree has a much shorter lifespan as compared to a peepal tree. ആയുർദൈർഘ്യം എത്ര തന്നെയാണെങ്കിലും എല്ലാ ജീവികൾക്കും മരണം നിശ്ചയമാണ്. അതായത് ഏകകോശ ജീവികൾ ഒഴികെയുള്ളവയെല്ലാം മരിക്കും. Whatever be the lifespan, death of every individual organism is a certainty. That is, no individual is immortal except single-celled organisms. എന്തുകൊണ്ടാണ് ഏകകോശ ജീവികൾക്ക് സ്വാഭാവിക മരണമില്ല എന്ന് പറയുന്നത്? Why do we say there is no natural death in single-celled organisms? ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. എത്രയധികം സസ്യജന്തുവർഗ്ഗങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളോളം ഭൂമിയിൽ നിലനിന്നിരുന്നു എന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടാകും. ഇത്തരം തുടർച്ച ഉറപ്പാക്കുന്നതിനായി ജീവികളിൽ ചില പ്രക്രിയകൾ നടക്കുന്നുണ്ട്. Given this reality, have you ever wondered how vast number of
plant and animal species have existed on Earth for several thousands of years. There must be some processes in living organisms that ensure this continuity. Yes, we are talking about this process of reproduction. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് പ്രത്യുൽപാദനം. പ്രത്യുൽപാദനം ജീവികളിൽ, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗനിസംസ്. വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ? എന്താണ് റീപ്രൊഡക്ഷൻ? Reproduction is defined as a biological process in which an organism gives rise to young ones similar to itself. Young ones are otherwise called offspring. ഒരു ജീവി അതിനോട് സാമ്യമുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പ്രക്രിയയെ പ്രത്യുൽപാദനം എന്ന് പറയുന്നു. സന്താനങ്ങൾക്ക് ഓഫ്സ്പ്രിംഗ് എന്നും പറയാറുണ്ട്. The offspring grow, mature and in turn produce new offspring. Thus there is a cycle ഓഫ് ബർത്ത്, ഗ്രോത്ത് ആൻഡ് ഡെത്ത്. സന്താനങ്ങൾ വളർന്നു വലുതായി അവയും പുതിയ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. അതിനാൽ ജനനം, വളർച്ച, മരണം എന്നിവ ചാക്രികമാണ്, സൈക്ലിക് ആണ്. എന്താണ് പ്രത്യുൽപാദനത്തിൻ്റെ പ്രത്യേകതകൾ? ദി സ്പെഷ്യാലിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീപ്രൊഡക്ഷൻ. 1. ജീവിവർഗങ്ങളുടെ തുടർച്ച തലമുറകളോളം ഉറപ്പാക്കുന്നതിന് പ്രത്യുൽപാദനം സഹായകമാകുന്നു. Reproduction enables the continuity of the species generation after generation. 2. പ്രത്യുൽപാദനത്തിൻ്റെ ഫലമായി ജനിതക വ്യതിയാനം സംഭവിക്കുന്നു. ജനറ്റിക് വേരിയേഷൻ ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് റീപ്രൊഡക്ഷൻ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റീപ്രൊഡക്ഷൻ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എഴുതി അതിൻ്റെ ഉത്തരം എഴുതുക. Now, based on whether there is participation of one organism or two in the process of reproduction, reproduction is of two types. പ്രത്യുൽപാദനത്തിൽ പങ്കെടുക്കുന്നത് ഒരു ജീവിയാണോ രണ്ട് ജീവികളാണോ എന്നതിനെ അടിസ്ഥാനമാക്കി പ്രത്യുൽപാദനത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു. They are asexual reproduction and sexual reproduction. അലൈംഗിക പ്രത്യുൽപാദനവും ലൈംഗിക പ്രത്യുൽപാദനവും. Asexual reproduction. ഒരു ജീവി മാത്രം ഉൾപ്പെട്ട് ബീജകോശ രൂപീകരണം, ഗാമേറ്റ് ഫോർമേഷൻ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്ത് പുതിയ ജീവി ഉണ്ടാകുന്നതാണ് അലൈംഗിക പ്രത്യുൽപാദനം, അസെക്ഷുവൽ റിപ്രൊഡക്ഷൻ. വെൻ ഓഫ്സ്പ്രിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ പാരൻറ്റ് വിത്ത് ഓർ വിതൗട്ട് ദി ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഗാമേറ്റ് ഫോർമേഷൻ, ദി reproduction is called asexual reproduction. Sexual reproduction. When two parents of opposite sex participate in the reproductive process and also involve fusion of male and female gametes, it is called sexual reproduction. വ്യത്യസ്ത ലിംഗത്തിലുള്ള രണ്ട് ജീവികൾ പ്രത്യുൽപാദനത്തിൽ പങ്കെടുക്കുകയും ആൺ പെൺ ബീജകോശങ്ങൾ സംയോജിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രത്യുൽപാദനത്തെ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നു, സെക്ഷുവൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നു. ഇതിൽ അലൈംഗിക പ്രത്യുൽപാദനം താഴ്ന്ന ഇനം ജീവികളിൽ എങ്ങനെ നടക്കുന്നു എന്ന് വിശദമാക്കുന്നതാണ് ഈ വീഡിയോ. Asexual reproduction. In this method, a single individual parent is capable of producing offspring. As a result, the offspring that are produced are not only identical to one another, but are also exact copies of their parent. ഈ പ്രക്രിയയിൽ ഒരു ജീവിയിൽ നിന്നുമാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നത്. അതിനാൽ സന്താനങ്ങൾ തമ്മിൽ സാമ്യമുണ്ടായിരിക്കും. മാത്രവുമല്ല, പ്രത്യുൽപാദനം നടത്തിയ ജീവിയുടെ തനി പകർപ്പുമായിരിക്കും. ഇങ്ങനെ ബാഹ്യഘടനയിലും ജനിതക ഘടനയിലും സാമ്യമുള്ള സന്താനങ്ങളെ ക്ലോൺ എന്ന് വിശേഷിപ്പിക്കുന്നു. ദി ടേം ക്ലോൺ ഈസ് യൂസ്ഡ് to describe such morphologically and genetically similar individuals. ഇത്തരം റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന സന്താനങ്ങൾക്ക് പേരൻറ്റുമായി എല്ലാവിധ സാമ്യതയും ഉണ്ടായിരിക്കും. അത്തരം സന്താനങ്ങളെയാണ് ക്ലോണുകൾ എന്ന് പൊതുവെ വിളിക്കുന്നത്. അവയുടെ പ്രത്യേകത, they are genetically and morphologically similar to their parents. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ക്യാരക്ടറാണ് ഇത്. അടുത്തത് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചെടുത്ത് ഉത്തരം എഴുതുക. ഡിഫൈൻ ക്ലോൺ. റൈറ്റ് 2 സ്പെഷ്യാലിറ്റീസ് ഓഫ് എ ക്ലോൺ. ഇനി വിവിധ തരത്തിലുള്ള അസെക്ഷൽ റിപ്രൊഡക്ഷൻ മെത്തേഡുകൾ നമുക്ക് പരിചയപ്പെടാം. മോഡ്സ് ഓഫ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഓർഗനിസംസ്. 1. സെൽ ഡിവിഷൻ.
Parent cell divides to form new individuals. Example, protists and monerans. പ്രോട്ടിസ്റ്റ, മൊണീറ എന്നിവയിൽ ജീവി അല്ലെങ്കിൽ മാതൃകോശം രണ്ടായി വിഭജിച്ച് പുതിയ ജീവികൾ ഉണ്ടാകുന്നു. അതിനാൽ ഇത്തരം ജീവികളിൽ പ്രത്യുത്പാദനത്തിനുള്ള ഒരു മാർഗമാണ് കോശവിഭജനം. രണ്ടാമത്തെ മാർഗമാണ് ബൈനറി ഫിഷൻ. ദി സെൽ ഡിവൈഡ്സ് ഇൻറ്റു 2 halves ആൻഡ് ഈച്ച് റാപ്പിഡ്ലി ഗ്രോസ് ഇൻറ്റു ആൻ അഡൾട്ട്. അമീബ, പരമീസിയം, യൂഗ്ലിന, പ്ലാനേറിയ എക്സെട്ര. പല ഏകകോശ ജീവികളും വിഭജനം ബൈനറി ഫിഷൻ വഴിയാണ് പ്രത്യുത്പാദനം നടത്തുന്നത്. ഇവിടെ ഒരു കോശം 2 തുല്യ പകുതികളായി വിഭജിക്കുന്നു. ഓരോന്നും വളർന്ന് ജീവികളാകുന്നു. ഉദാഹരണമായി താഴെ കൊടുത്തിരിക്കുന്ന പടം ശ്രദ്ധിച്ചാൽ അമീബയുടെ റിപ്രൊഡക്ഷൻ ബൈനറി ഫിഷൻ മൂലം കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു മാതൃ അമീബ കോശം 2 പുത്രികാ കോശങ്ങളായി മാറുന്നു. മൂന്നാമതൊരു മാർഗമാണ് ബഡ്ഡിംഗ്. ഡിവിഷൻ ഓഫ് unequal and small buds are produced that remain attached initially to the parent cell, which finally gets separated and mature into new organisms or cells. Example, Hydra and yeast. ഈസ്റ്റിൽ തുല്യമല്ലാത്ത വിഭജനമാണ് നടക്കുന്നത്. തുടക്കത്തിൽ മാതൃകോശത്തോട് ചേർന്ന് ചെറിയ മുകുളങ്ങൾ രൂപപ്പെടുന്നു, ബഡ്സ്. ക്രമേണ ഇവ മാതൃകോശത്തിൽ നിന്ന് വേർപെട്ട് പുതിയ ഈസ്റ്റ് കോശങ്ങളായി വളരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ചാൽ ഈ അൺഈക്വൽ ഡിവിഷൻ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അനദർ മെത്തേഡ് ഈസ് എൻസിസ്റ്റേഷൻ ആൻഡ് സ്പോറുലേഷൻ. അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻസ് ദി അമീബ വിത്ഡ്രോസ് ഇറ്റ്സ് സ്യൂഡോപോഡിയ ആൻഡ് സെക്രീറ്റ്സ് എ 3-layered ഹാർഡ് കവറിംഗ് ഓർ സിസ്റ്റ് അറൗണ്ട് ഇറ്റ്സെൽഫ്. This phenomenon is called encystation. പ്രതികൂല കാലാവസ്ഥയിൽ അമീബ അതിൻ്റെ കപടപാദങ്ങൾ ഉൾവലിക്കുന്നു. തുടർന്ന് അതിന് ചുറ്റുമായി 3 പാളികളുള്ള കട്ടിയുള്ള ഒരു ആവരണം അഥവാ എൻസിസ്റ്റ് നിർമ്മിക്കുന്നു. ഈ പ്രക്രിയയെ എൻസിസ്റ്റേഷൻ എന്ന് പറയുന്നു. അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് ദി എൻസിസ്റ്റഡ് അമീബ ഡിവൈഡ്സ് ബൈ മൾട്ടിപ്പിൾ ഫിഷൻ ആൻഡ് പ്രൊഡ്യൂസസ് many minute amoebae, pseudopodiospores. The cyst wall bursts out and the spores are liberated in the surrounding medium to grow up into many amoebae. This phenomenon is called sporulation. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ ആവരണം രൂപപ്പെട്ട അമീബയിൽ മൾട്ടിപ്പിൾ ഫിഷൻ വഴി സൂക്ഷ്മമായ അമീബകൾ അഥവാ സ്യൂഡോപോഡിയോസ്പോറുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. തുടർന്ന് സിസ്റ്റിൻ്റെ ഭിത്തി പൊട്ടുകയും സ്പോറുകൾ ചുറ്റുപാടുകളിലേക്ക് സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ സ്പോറുലേഷൻ എന്ന് പറയുന്നു. കട്ടിയുള്ള ആവരണമുണ്ടാകുന്ന പ്രക്രിയയാണ് എൻസിസ്റ്റേഷൻ. സിസ്റ്റ് ഉണ്ടാകുന്നു. അതിനുള്ളിൽ സ്പോറുകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് സ്പോറുലേഷൻ. അപ്പോൾ കാലാവസ്ഥയും റീപ്രൊഡക്ഷനും തമ്മിൽ ബന്ധമുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ എൻസിസ്റ്റേഷൻ നടക്കുന്നു. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ സ്പോറുലേഷൻ നടന്ന് ധാരാളം അമീബ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. മറ്റൊരു അസെക്ഷൽ റിപ്രൊഡക്ഷനാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ഇൻ സം ഓർഗാനിസംസ് ഇഫ് ദി ബോഡി ബ്രേക്സ് ഇൻ ടു ഡിസ്റ്റിങ്ക്റ്റ് പീസസ് ഓഫ് ഓർ ഫ്രാഗ്മെൻറ്റ്സ്, ഈച്ച് ഫ്രാഗ്മെൻറ്റ് ഗ്രോസ് ഇൻ ടു ആൻ അഡൾട്ട് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഓഫ്സ്പ്രിങ്. എക്സാമ്പിൾ, ഹൈഡ്ര. ചില ജീവികളിൽ ശരീരം പല കഷ്ണങ്ങളായി മുറിയുന്നു. ഓരോ കഷ്ണവും വളർന്ന് വലുതാകുകയും പ്രത്യുത്പാദനം നടത്തുകയും ചെയ്യുന്നു. ഉദാഹരണം, ഹൈഡ്ര. ഈ അലൈംഗിക പ്രത്യുത്പാദന രീതിയെ കഷ്ണങ്ങളാക്കൽ, ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നു. ഹൈഡ്രയിൽ തന്നെ ബഡ്ഡിംഗ് വഴിയും റീപ്രൊഡക്ഷൻ നടക്കുന്നതായിട്ട് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ, ബഡ്ഡിംഗ് എന്നിവ 2 പ്രക്രിയകളും ഹൈഡ്രയിൽ നടക്കുന്നുണ്ട്. മറ്റൊരു തരം റീപ്രൊഡക്ഷനാണ് ഫോർമേഷൻ ഓഫ് സൂസ്പോർസ്. മൈക്രോസ്കോപ്പിക് മൊട്ടൈൽ സ്ട്രക്ചർ വിച്ച് ഡെവലപ്സ് ഇൻ ടു ന്യൂ ഓർഗാനിസം. എക്സാമ്പിൾ, ഫഞ്ചൈ, ആൽഗെ എക്സെട്ര. എക്സാമ്പിൾ പ്രത്യേകിച്ച് ആൽഗയിലുള്ള ക്ലാമിഡോമോണസ്. കിങ്ഡം ഫഞ്ചൈയിലെ ജീവികളും ലഘുഘടനയുള്ള സസ്യങ്ങളായ ആൽഗകളും സവിശേഷ ഘടനയുള്ള അലൈംഗിക പ്രത്യുത്പാദന ഭാഗങ്ങൾ വഴിയാണ് പ്രത്യുത്പാദനം നടത്തുന്നത്. ഇവയിൽ സാധാരണയായി ഉണ്ടാകുന്നത്
ചലനശേഷിയുള്ള സൂക്ഷ്മഘടനകളായ സ്വചലരേണുക്കൾ സൂസ്പോൾസ് ആണ്. താഴെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ക്ലാമിഡോമോണസ് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇനി കൊണീഡിയ വഴിയുള്ള പ്രത്യുൽപാദനം. കൊണീഡിയ ആർ നോൺ മൊട്ടൈൽ എക്സോജീനസ്ലി ഫോംഡ് അസെക്ഷൽ സ്ട്രക്ചേഴ്സ്. ഉദാഹരണം പെനിസിലിയം. സാധാരണയായി കാണപ്പെടുന്ന മറ്റ് അലൈംഗിക പ്രത്യുൽപാദന ഘടനകളാണ് കൊണീഡിയ. പെനിസിലിയം പോലെയുള്ള ഫംഗസുകളിലാണ് ഇത്തരത്തിലുള്ള കൊണീഡിയകൾ ഉണ്ടാകുന്നത്. പെനിസിലിയം എന്ന് പറയുന്നത് ഒരു ആസ്കോമൈസീറ്റ് ഫംഗസ് ആണെന്ന് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഈ ചിത്രം നിരീക്ഷിച്ചാൽ കൊണീഡിയകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി കാണാം. ഇതിന് ഒരു ചൂലിൻ്റെ ആകൃതി ഉള്ളതുകൊണ്ട് ഈ ഫംഗസിന് പെനിസിലിയം എന്ന പേര് വന്നിരിക്കുന്നു. പെനിസിലിയം എന്ന വാക്കിനർത്ഥം ബ്രൂം എന്നാണ്, ചൂല് എന്നാണ്. അതുകൊണ്ട് കൊണീഡിയകൾ ഉണ്ടാകുന്ന സ്ട്രക്ചർ മൊത്തത്തിൽ ചൂലിൻ്റെ ആകൃതി ഉള്ളതുകൊണ്ട് ഈ ഫംഗസിന് പെനിസിലിയം എന്ന പേര് വന്നു. അടുത്തതായി ജെമ്യൂൾസ്. ജെമ്യൂൾസ് ആർ എൻഡോജീനസ്ലി ഫോംഡ് ബഡ്സ്. എക്സാമ്പിൾ സ്പോഞ്ചസ്. സ്പോഞ്ച് പോലെയുള്ള കടൽ ജീവികളിൽ ഉണ്ടാകുന്ന, ശരീരത്തിനകത്തുണ്ടാകുന്ന പ്രത്യേകം ബഡുകളാണ് ജെമ്യൂളുകൾ. ഈ ജെമ്യൂളുകൾ ഉചിതമായ സമയത്ത് വെളിയിൽ വന്ന് സ്വതന്ത്രമായി ജീവിക്കുന്നു. ഇനി ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി ഓർഗനിസംസ് ഇൻ ദീസ് ഫിഗേഴ്സ്. വാട്ട് ഈസ് ദിസ്? അനദർ ക്വസ്റ്റ്യൻ. നെയിം ദീസ് ഓർഗനിസംസ് അഗെയിൻ ഇൻ യുവർ നോട്ട്ബുക്ക്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് താഴ്ന്ന ഇനം ജീവികളിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡുകളെക്കുറിച്ചാണ്. താഴ്ന്ന ഇനം ജീവജാലങ്ങളിൽ നടക്കുന്ന വിവിധ റീപ്രൊഡക്ഷനുകളായ സെൽ ഡിവിഷൻ, ബൈനറി ഫിഷൻ, ബഡ്ഡിംഗ്, എൻസിസ്റ്റേഷൻ ആൻഡ് സ്പോറിലേഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, സൂസ്പോർ ഫോർമേഷൻ, കൊണീഡിയ ഫോർമേഷൻ, ജെമ്യൂൾസ് എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി ഹയർ പ്ലാന്റ്സിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡുകളെക്കുറിച്ചാണ്. അവയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി കാണാം. താങ്ക് യു വെരി മച്ച്. Subscribe, like and share Raju's Science World for more videos.